അപകടത്തിൽപ്പെടുന്ന KSRTC ബസ്സുകളുടെ നിയമ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇനി നടക്കില്ല. ഇത്തരം ബസ്സുകളുടെ നിയമ നടപടികൾ പൂർത്തിയാക്കി സർവീസ് യോഗ്യമാക്കാൻ KSRTC CMD പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കി. അപകടത്തിൽപ്പെട്ട ബസ്സുകളുടെ അറ്റകുറ്റപ്പണി എപ്പോൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും ഉദ്യോഗസ്ഥർക്കായി ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അപകടം ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ഒരു ദിവസം ഓടാതെ കിടക്കുന്ന KSRTC ബസ്സുകളുടെ എണ്ണം 1200 പോവുമായിരുന്നു. പല പരിഷ്കാരങ്ങളും നടത്തി ഈ കണക്ക് ഇപ്പോൾ 420-ൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയും കുറയ്ക്കണം. അതിനുവേണ്ടി കൂടിയാണ് അപകടത്തിൽപ്പെടുന്ന KSRTC ബസ്സുകളുടെ നിയമ നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ പുതിയ മാർഗനിർദ്ദേശം കൊണ്ടുവന്നത്. അപകടത്തിൽപ്പെടുന്ന ബസിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ വലിയ കാലതാമസമെടുക്കുന്നതായി KSRTC മാനേജ്മെന്റ് തന്നെ സമ്മതിക്കുന്നു. ദീർഘദൂര സൂപ്പർ ക്ലാസ് ബസ്സുകളാണ് കൂടുതലായും അപകടത്തിൽപ്പെട്ട് ഓഫ് റോഡായി കിടക്കുന്നത്. തിരക്കുള്ള ഈ തമ്പാനൂരിൽ മാത്രം നിയമ നടപടികൾ പൂർത്തിയാക്കാനാവാതെ 6 ബസ്സുകളാണ് വെറുതെ കിടക്കുന്നത്. പുതിയ മാർഗനിർദ്ദേശപ്രകാരം ബസ് അപകടത്തിൽപ്പെട്ടാൽ 3 ദിവസത്തിനുള്ളിൽ പോലീസ്, MVD, ഇൻഷുറൻസ് എന്നിവരുടെ നിയമ നടപടികൾ KSRTCയിലെ ഇൻസ്പെക്ടർമാർ പൂർത്തിയാക്കി റിപ്പോർട്ട് യൂണിറ്റ് അധികാരിക്ക് കൈമാറണം. കഴിഞ്ഞില്ലെങ്കിൽ 4-ാം ദിവസം കാരണം ബോധിപ്പിക്കണം. ഇനി നിയമ നടപടി പൂർത്തിയാക്കിയ ബസ്സാണെങ്കിൽ ചെറിയ തകരാറ് യൂണിറ്റിൽ വെച്ച് തന്നെ 3 ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സർവീസിന് ഇറക്കണം. റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണെങ്കിൽ ചെറിയ തകരാറ് പരിഹരിക്കാൻ 7 ദിവസവും വലിയ തകരാറ് പരിഹരിച്ച് ബസ് സർവീസിനിറക്കാൻ 30 ദിവസവുമാണ് അനുവദിക്കുന്ന സമയം. പൊതുഗതാഗതം ശക്തിപ്പെടേണ്ടത് നാടിന്റെ ആവശ്യമാണ്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ജനം KSRTCയെ ആശ്രയിക്കുന്നുമുണ്ട്. തിരക്കില്ലാതെ അവർക്ക് സുഖയാത്ര നേരാൻ കൂടുതൽ സർവീസ് അനിവാര്യവുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം RB സനൂപ്, മീഡിയ 1.